ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബസൂക്ക എന്ന് പറയുന്ന സിനിമ നഷ്ടമാണോ ലാഭമാണോ എന്നാണ്. അപ്പം ഈ സിനിമ ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കാൻ വേണ്ടി അതിൻ്റെ ബഡ്ജറ്റ് ആദ്യം എടുക്കേണ്ടി വരും. അപ്പം ബഡ്ജറ്റ് എടുക്കുന്ന സമയത്ത് ചിലർ പറയുന്നത് 66 കോടി രൂപ, ചിലർ പറയുന്നത് 25 കോടി രൂപ. ഈ സിനിമ നമ്മൾ കണ്ടതാണ്. ഈ സിനിമയ്ക്ക് അത് 66 കോടി രൂപ പറ്റിയിരുന്നു, ആ സിനിമയ്ക്കകത്ത് ഇല്ല. സിനിമ മൊത്തം സെറ്റിട്ട് ഉണ്ടാക്കിയ സിനിമയാണ്. അപ്പം ഈ സിനിമയ്ക്ക് 25 കോടി രൂപ തന്നെയാണ് ബഡ്ജറ്റ് എന്ന് നമുക്ക് എടുക്കാം. കാരണം 66 കോടി രൂപയാണ് ബഡ്ജറ്റ് എന്ന് നമ്മുടെ എമ്പുരാൻ്റെ നമ്മുടെ ഗോപാലൻ ചേട്ടൻ പറഞ്ഞതുപോലെ ആരും അവിടെ വന്ന് പറഞ്ഞിട്ടില്ല ഈ സിനിമയ്ക്ക് 66 കോടി രൂപ ബഡ്ജറ്റുള്ള സിനിമയാണെന്ന്. അപ്പോൾ നമുക്ക് ഇതിന് 25 കോടി രൂപ ബഡ്ജറ്റുള്ള സിനിമയായിട്ട് തന്നെ എടുക്കാം. കാരണം ഇതിനകത്തും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടറും പിന്നെ ഗൗതം മേനോൻ എന്ന് പറയുന്ന ആക്ടറും മാത്രമേ ഇതിനകത്തും കൂടുതൽ വാല്യൂ ഉള്ളൊരു നടന്മാരായിട്ടുള്ളൂ. അപ്പം ഇവരുടെ സാലറി ആയിരിക്കും അതിൻ്റെ മെയിൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ പ്രൊഡക്ഷൻ വർക്കുകൾ അതെല്ലാം സെറ്റിട്ടതാണെന്ന് അതിൻ്റെ അണിയർ പ്രവർത്തകർ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 25 കോടി രൂപ തന്നെ ബഡ്ജറ്റായിട്ട് നമുക്ക് കണക്കാക്കാം. 25 കോടി രൂപ കണക്കാക്കാം. എന്നാൽ പോലും സിനിമ പ്രോഫിറ്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ സിനിമ ബ്രേക്ക് ഇവൻ ആവണമെങ്കിൽ, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്നുള്ള നിലയിൽ എത്തണമെങ്കിൽ 75 കോടി രൂപ കളക്ഷൻ വേണം. അപ്പോൾ ഇപ്പം എൻ്റെ അറിവിൽ ഒരു 22 കോടി രൂപയ്ക്കകത്തേ ആയിട്ടുള്ളൂ. 22 കോടി രൂപ നമുക്ക് വച്ചാൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ മാക്സിമം ഇതൊരു 30 കോടി രൂപ കളക്ട് ചെയ്താൽ പോലും, മാക്സിമം ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 30 കോടി രൂപയായിരിക്കും. 30 കോടി രൂപ ഇത് കളക്ട് ചെയ്താൽ പ്രൊഡ്യൂസറിന് കിട്ടുന്ന 10 കോടി രൂപ. 25 കോടി രൂപ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് നമ്മുടെ സരിഗമയാണ്. അപ്പോൾ സരിഗമയ്ക്ക് 10 കോടി രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ 10 കോടി രൂപ കിട്ടുമ്പോൾ 25 കോടി രൂപ മുടക്കിയ സിനിമയ്ക്ക് 15 കോടി രൂപ അവർക്ക് നഷ്ടം വരും. സിനിമ തിയേറ്ററിക്കൽ പ്രോഫിറ്റ് അല്ല, തിയേറ്ററിക്കൽ ലോസ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയേണ്ടി വരും. കാരണം 15 കോടി രൂപയോളം അവർക്ക് നഷ്ടം വരും. ഈ 15 കോടി രൂപ അവർ ബിസിനസ്സിൽ നിന്നും വേണം അതുണ്ടാക്കാൻ, അതർ ബിസിനസ്സിൽ നിന്നും. അപ്പോൾ അതർ ബിസിനസ്സിൽ നിന്നും ഈ 15 കോടി രൂപ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് സാറ്റലൈറ്റും OTTയും ഇതൊക്കെ പോകണം. അപ്പോൾ അതൊക്കെ പോകുമ്പോഴത്തേക്കും എങ്ങനെ പോലും ഒരു മമ്മൂട്ടി പടത്തിന് ബിസിനസ് എല്ലാം കൂടി ഒരു 10 കോടി രൂപ നടക്കുമെന്ന് വയ്ക്കാം. 10 കോടി രൂപയെങ്കിലും നടക്കണം. 10 കോടി രൂപയെങ്കിലും മമ്മൂട്ടി പടത്തിന് ഒരു ബിസിനസ് നടക്കും. അത് ബസൂക്ക പോലൊരു സിനിമയ്ക്ക് 10 കോടി രൂപ ഉറപ്പായിട്ടും നടക്കും. അപ്പോൾ 10 കോടി രൂപ, ബാക്കി 5 കോടി രൂപ ബസൂക്ക എന്ന് പറയുന്ന സിനിമ ലോസാണ്. വെറും 5 കോടി രൂപയെ ലോസുള്ളൂ. ഇതുപോലത്തെ ഒരു വലിയൊരു അൾട്ര ഫ്ലോപ്പ് സിനിമയാണെന്നാണ് പറച്ചിൽ, വെറുതെ പുറമേയുള്ള പറച്ചിലെങ്കിലും ഇപ്പോൾ കുറേ ഫാമിലീസൊക്കെ കയറി നല്ല റിവ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അതിനെ വെളുപ്പിക്കാൻ വേണ്ടി വന്നതല്ല, അത് പൊട്ടാതിരിക്കുക, അതെൻ്റെ ഇതല്ല. ഞാൻ ഇപ്പോൾ പറയുന്ന ആ സിനിമയുടെ എൻ്റെ കണക്ക് വെച്ചിട്ടുള്ള ഒരു ഇതാണ്. കാരണം ആ സിനിമയ്ക്ക് ഒരു 5 മുതൽ 6 കോടി രൂപ വരെ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. 30 കോടി രൂപയാണ് അവസാനം കളക്ട് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ സിനിമയിലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എത്ര നേടി? കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമയ്ക്ക് 10-12 കോടി രൂപയ്ക്കകത്ത് നേടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മൂന്നിലൊന്ന്, അതായത് 4 കോടി രൂപയായിരിക്കും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പ്രൊഡ്യൂസറിന് കിട്ടുന്നത്. ബാക്കിയൊക്കെ ഓവർസീസൊക്കെ അവർ റൈറ്റ് ആയിരിക്കും വിറ്റ് പോയത്. അതൊക്കെ എങ്ങനെ പോലും ഒരു 7 കോടി രൂപയ്ക്കെങ്കിലും അത് വിറ്റ് കാണും. നമ്മളെങ്ങനെ നോക്കിയാൽ ഇത് 10 കോടി രൂപ എന്തായാലും പ്രൊഡ്യൂസറിന് ഈ തിയേറ്റർ റണ്ണ് വഴി കിട്ടിക്കാണും. ബിസിനസ്സും ബാക്കിയുള്ള കേരള ബോക്സ് ഓഫീസ് എല്ലാം കൂടെ 10 കോടി രൂപയെ കിട്ടുള്ളൂ. കാരണം ഓവർസീസിലൊക്കെ ചിലപ്പോൾ കൂടുതൽ റേറ്റിന് വിറ്റെങ്കിലും അതൊക്കെ തിരിച്ച് വാങ്ങിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം അങ്ങനെയാണ്. അപ്പം 10 കോടി രൂപ മാത്രമേ തിയേറ്റർ ഓണേഴ്സിന് അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ നമ്മുടെ സരിഗമയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി 15 കോടി 10 കോടി രൂപ എന്തായാലും ഒരു ബിസിനസ് ചെയ്യും. സരിഗമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മ്യൂസിക്കൽ റൈറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ അത് വെച്ച് മുതലാക്കും. എങ്ങനെ പോലും ഈ സിനിമയ്ക്ക് ഒരു 4-5-6 കോടി രൂപ ഈ സിനിമയ്ക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന 66 കോടി രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എങ്കിൽ ഈ സിനിമയ്ക്ക് എങ്ങനെ പോലും ഒരു 50-55 കോടി രൂപയുടെ നഷ്ടം വരും. 50 കോടി രൂപയുടെ നഷ്ടം ഉറപ്പായിട്ടും വരും. നിങ്ങൾക്ക് ഏത് രീതിയിലാണെങ്കിലും എടുക്കാം. 66 കോടി രൂപ ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിൽ ഈ സിനിമ അൾട്ര ഫ്ലോപ്പാണ്. അൾട്ര ഫ്ലോപ്പ് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഫ്ലോപ്പ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അല്ല, ഈ സിനിമയ്ക്ക് 25 കോടി രൂപ, ഞാൻ 25 കോടി രൂപ ബഡ്ജറ്റായിട്ട് എടുക്കുന്നുള്ളൂ. കാരണം ഈ സിനിമയിൽ ആരും ഒരു അണിയർ പ്രവർത്തനം വന്നിട്ട് ഇതിന് 66 കോടിയായി, ഇതിന് 70 കോടിയായെന്നൊന്നും വന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ 25 കോടിയാണ് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്, നെറ്റിൽ കിട്ടുന്നത്. അല്ലാതെ ആരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും അതിനെക്കുറിച്ച് എൻ്റെ അറിവിലല്ല, നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഈ സിനിമ ബഡ്ജറ്റ് 66 കോടി അല്ലെങ്കിൽ 50 കോടി അല്ലെങ്കിൽ 70 കോടി 100 കോടി ആരെങ്കിലും ഒരാൾ അതിനെക്കുറിച്ച് കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ അതിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യും, മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ. കാരണം ഈ സിനിമയ്ക്ക് നമുക്ക് അറിഞ്ഞൂടല്ലോ അതിൻ്റെ എത്രയാണ് ബഡ്ജറ്റ് എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. അപ്പം ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് 25 കോടി രൂപയാണ് ബഡ്ജറ്റ്. ഇത് നേരത്തെ ലാലേട്ടൻ ഫാൻസിൽ നിന്ന് കുറച്ച് പേര് അടിച്ചിറക്കിയതാണ് ഈ 66 കോടി രൂപയുടെ പോസ്റ്റർ. അല്ല, അവർ ഒഫീഷ്യലായിട്ട് ഇറക്കിയ പോസ്റ്റർ അല്ല. അല്ലെങ്കിൽ തന്നെ സിനിമ കാണുമ്പോൾ പറയാം 66 കോടി രൂപ ബഡ്ജറ്റിൽ വരുന്ന സിനിമയല്ല അത്. അത് 66 കോടി രൂപ ബഡ്ജറ്റ് ഇറക്കേണ്ട ഒരു കാര്യമില്ലാത്ത സിനിമയാണ്. അതിന് 66 കോടി രൂപയൊന്നും ആരും മുടക്കൂല അതുപോലത്തെ സിനിമയ്ക്ക്. അല്ലെങ്കിൽ തന്നെ ഒരു മമ്മൂട്ടി പടത്തിന് 66 കോടി രൂപ ആരും മുടക്കൂല. അത് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം 66 കോടി രൂപ മുടക്കണമെങ്കിൽ 200 കോടി രൂപയ്ക്ക് തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടണം. മമ്മൂട്ടി ഒരു സിനിമ ഒരു 100 കോടി രൂപ നേടിയിട്ടില്ലെന്ന് പറയുന്ന സാഹചര്യത്തിൽ 200 കോടി ഒരു സിനിമയ്ക്ക് നേടി അത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഏത് കമ്പനിയാണെന്ന് വിശ്വസിക്കുന്നത്? അത്രയും ചിന്തിച്ചാൽ മതി. ആ ഒരു ലോജിക്ക് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പം സിനിമ എന്തായാലും നഷ്ടമാണ്
എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതിപ്പോൾ മമ്മൂട്ടി ഫാൻസ് അംഗീകരിച്ചിരിക്കും. കാരണം അവർക്ക് അങ്ങനെയൊന്നും ഇല്ല. അവർക്ക് പടം കൂട്ടിയാലും അവർക്ക് നല്ല പടങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കിട്ടാതിരുന്ന് ഏതൊരു അലിമ്പ് സാധനം കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് അതൊരു വലിയൊരു കാര്യം പോലെയാണ്. അല്ല മമ്മൂട്ടി ഫാൻസുകാർക്ക് അങ്ങനെയല്ല. കാരണം അവർക്ക് കുറേ സിനിമകൾ കിട്ടുന്നുണ്ട്. മമ്മൂട്ടി ഫാൻസിനെയും വെളുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇതിനകത്ത്. മോഹൻലാൽ ഫാൻസ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ. മമ്മൂട്ടിയുടെ സിനിമയെക്കുറിച്ചൊന്നും പുകഴ്ത്തി പറയുന്ന ചാനലല്ല ഇത്. മമ്മൂട്ടിയെക്കുറിച്ചും കുറ്റങ്ങൾ എന്നെ പറയുന്നത്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സും ബസൂഖ എന്ന് പറയുന്ന സിനിമ വെറും അൾട്രാ ഫ്ലോപ്പ് സിനിമ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. പോരെ. അപ്പം